ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അല്പനേരത്തെ നമ്മളുടെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 34 അധ്യായം 1 സങ്കീർത്തനങ്ങൾ 34:1. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദാവീദിന്റെ സങ്കീർത്തനമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എല്ലായ്പ്പോഴും എൻ്റെ നാവിന്മേൽ തന്നെ ഇരിക്കും. ഒരു ഭക്തന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് നമുക്ക് ഈ വാക്യത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. ഒരു ഭക്തന്റെ ജീവിതത്തിനകത്ത് രണ്ട് കാലങ്ങൾ ഉണ്ടായേക്കാം. അവന് ഒരു നല്ല കാലവും ഒരു പരീക്ഷണത്തിന്റെ കാലവും ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഒരു ഞെരുക്കത്തിന്റെ കാലവും ഒരു സമൃദ്ധിയുടെ കാലവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കാം. അതുകൊണ്ട് ജീവിതത്തിന്റെ രണ്ട് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് അനുഭവം ഒരു ഭക്തന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായേക്കാം. എന്നാൽ എല്ലാ കാലത്തും ദൈവത്തെ നാം വാഴ്ത്തണം. എല്ലാ കാലത്തും അവന്റെ സ്തുതി നമ്മളുടെ നാവിന്മേൽ തന്നെ ഇരിക്കണം. ഇങ്ങനെ പ്രതിപാദിക്കുന്ന ഒരു വാക്യമാണ് കാണുവാൻ സാധിക്കുന്നത്. ദാവീദിന്റെ ജീവിതം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്തി, എല്ലായ്പ്പോഴും അവന്റെ സ്തുതി എപ്പോഴും നാവിന്മേൽ ഇരുന്നിരുന്നു. അതൊരിക്കലും പോയിട്ടില്ല. കാരണം ദാവീദിന്റെ ജീവിതത്തിനകത്ത് സന്തോഷത്തിന്റെയും എന്നാൽ പ്രതികൂലത്തിന്റെയും കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് കാലഘട്ടത്തിലും ദൈവത്തെ ശക്തമായി വാഴ്ത്തിയിരുന്ന ഒരാളായിരുന്നു ദാവീദ് എന്ന് പറയുന്നത്. താൻ രാജാവാകുന്നതിന് മുൻപിട്ട് പലവിധമായ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയേക്കാം. എന്നാൽ രാജാവായപ്പോൾ അതിനേക്കാളും ഒരുപക്ഷെ നല്ല ഒരു ജീവിതം വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ എല്ലാ കാലത്തും ദാവീദ് ദൈവത്തെ ഒരുപോലെ വാഴ്ത്തിയിരുന്നു. നമുക്ക് ലഭിക്കുന്ന ഒരു ദൈവത്തിന്റെ ദൂത് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ മുന്നോട്ട് ദൈവത്തെ അറിഞ്ഞ് സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു കാലത്ത് നമുക്ക് ഏറ്റവും നല്ല സമൃദ്ധി ഉണ്ടാകും. എന്നാൽ ജോലി മേഖലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ, ആരോഗ്യത്തിന്റെയോ അല്ലെ ജീവിതത്തിന്റെ സകല മേഖലയിലും ഒരു കാലത്ത് പ്രതികൂലമുണ്ടായേക്കാം. നാം നന്മയിലിരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ ദൈവത്തെ വാഴ്ത്തിയോ അതേപോലെ തന്നെ നമുക്ക് ഒരു ജീവിതത്തിൽ താഴ്ചയുണ്ടായാൽ അപ്പോഴും അങ്ങനെ തന്നെ ദൈവത്തെ വാഴ്ത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാലത്തും ഞാൻ യഹോവയെ വാഴ്ത്തും, ഇപ്പോഴും എൻ്റെ സ്തുതി എൻ്റെ നാവിന്മേൽ തന്നെ ഇരിക്കും. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, സന്തോഷ മേഖലകളിലും അല്ലെങ്കിൽ സന്താപത്തിന്റെ മേഖലകളിലും ദൈവത്തെ നാം വാഴ്ത്തേണ്ടതുണ്ട് എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ തന്നെ ഒരുപക്ഷെ ഉണ്ടാകാം. ഒരു കുന്ന് ഉണ്ടെങ്കിൽ ഒരു കുഴിയുണ്ടെന്ന് പറയുന്നത് പോലെ ജീവിതത്തിന്റെ രണ്ട് മേഖലകളും ഉണ്ടായേക്കാം. ഈ രണ്ട് മേഖലകളിലും നമ്മൾ ദൈവത്തെ വാഴ്ത്തണമെന്നാണ് ദാവീദ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇയ്യോബിന്റെ ജീവിതമാണ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ വളരെ സമൃദ്ധിയിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഇയ്യോബ് എന്ന് പറയുന്നത്. ഇയ്യോബിന് വളരെയധികം മൃഗസമ്പത്തും അതുപോലെ തന്നെ അവന് വേലക്കാരും അതുപോലെ കൃഷിയിടങ്ങളും എല്ലാം സമൃദ്ധിയായി ഉള്ളൊരു വ്യക്തിയായിരുന്നു ഇയ്യോബ് എന്ന് പറയുന്നത്. എന്നാൽ സാത്താനാൽ ഇയ്യോബ് പരീക്ഷിക്കപ്പെട്ട് കുഷ്ഠരോഗം ബാധിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അനുഭവം ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഇയ്യോബ് പറയുന്നൊരു കാര്യമുണ്ട്, യഹോവ തന്നു, യഹോവ എടുത്തു. അപ്പോൾ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഇങ്ങനെയാണ് ഇയ്യോബ് പറയുന്നത്. അപ്പോൾ ഈ വാക്യം എന്ന് പറയുന്നത് ഇയ്യോബിന്റെ ജീവിതത്തിന്റെ കഷ്ടത്തിന്റെ അല്ലെങ്കിൽ പ്രതികൂലത്തിന്റെ കാലഘട്ടത്തിൽ ഇയ്യോബ് പറയുന്ന കാര്യമാണ്. യഹോവയെ താൻ മറക്കുന്നില്ല, യഹോവയുടെ നാമം എപ്പോഴും വാഴ്ത്തപ്പെടട്ടെ എന്നുള്ള ഒരു കാര്യമാണ് ഇയ്യോബ് പറയുന്നത്. അതുകൊണ്ട് ഇയ്യോബിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന, ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് സന്താപകാലവും അതുപോലെ തന്നെ അതിസന്തോഷത്തിന്റെ കാലവും ഉണ്ടായിരുന്നു.
അപ്പോൾ രണ്ട് കാലത്തും ഇയ്യോബ് ദൈവത്തെ വാഴ്ത്തി. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. അപ്പോൾ രണ്ട് ജീവിതത്തിന്റെ എല്ലാ സമൃദ്ധി തന്ന കാലത്തും അത് നഷ്ടപ്പെട്ട കാലത്തും ഇയ്യോബ് ദൈവത്തെ വാഴ്ത്തുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത് രണ്ട് കാലഘട്ടം ഉണ്ടാവും. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വളരെ പ്രവർത്തിച്ച് പോയി ഒരു അവസാനം അദ്ദേഹത്തിന് ചിലപ്പോൾ മന്ത്രിയാകാൻ സാധിക്കും. പല ആൾക്കാരുടെയും ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ മന്ത്രിപദത്തിൽ എത്തുന്നതിന് മുമ്പിട്ട് അതിന് മുന്നോടിയുടെ ഒരു കാലത്ത് പക്ഷെ അവർ വളരെയധികം കഷ്ടത്തിലൂടെ കടന്നുപോയിരിക്കാം. അവർ പല സമരങ്ങളിൽ പങ്കെടുത്തു കാണാം. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ അവർക്ക് കഷ്ടകാലത്തിന്റെ ഒരു അവസ്ഥ ഉണ്ടായേക്കാം. അതുകൊണ്ട് നമുക്കിവിടെ മനസ്സിലാക്കുന്നത് ആദ്യകാലത്തിൽ കഷ്ടമുണ്ടെങ്കിലും അവർക്ക് പിന്നീട് നല്ല ഒരു ഉയർച്ച അവരുടെ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ സ്ഥാനത്തേക്ക് വന്നേക്കാം. അപ്പോൾ ജീവിതത്തിനകത്ത് ഒരു രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനത്തിന്റെ മേഖലയിൽ പോലും ഒരു വ്യക്തിക്ക് ആദ്യം ഒരു കഷ്ടകാലവും പിന്നീട് ഒരു നല്ല കാലവും ഉണ്ടാകേക്കാം. ഇവിടെ കാണുന്ന നമുക്ക് ലഭിക്കുന്ന ഒരു ദൈവിക ദൂതെന്ന് പറയുന്ന ഒരു മനുഷ്യന് രണ്ട് കാലമുണ്ട്. അവന് പ്രതികൂലത്തിന്റെയും അതുപോലെ തന്നെ അനുഗ്രഹത്തിന്റെയും കാലം വരാം. അതുകൊണ്ട് ഒരു മനുഷ്യന് നന്മയുടെയും കഷ്ടത്തിന്റെയും കാലം വരാം. രാഷ്ട്രീയത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കാലത്ത് സമരം വെക്കുമ്പോൾ അവർ കഷ്ടത്തിൽ കൂടെ കടന്നുപോയേക്കാം. പല പ്രതികൂലങ്ങൾ അതിൽ ഉണ്ടായെന്ന് വന്നേക്കാം. പല സംഘർഷങ്ങളിൽ അവർക്ക് പല രീതിയിലും മർദ്ദനമേറ്റെന്ന് വരാം. പക്ഷെ അവർ പിന്നീട് അവരൊരു വലിയ സ്ഥാനത്തെത്തിയേക്കാം. അപ്പോൾ ഇവിടെ കാണുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടവും അതുപോലെ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹവും പിന്നീടുണ്ടാകും. മനുഷ്യന്റെ ജീവിതത്തിന്റെ രണ്ട് കാലഘട്ടമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് രണ്ട് മേഖലകൾ ഉണ്ടാകാം. എന്നാൽ ഈ രണ്ട് മേഖലകളിലും ദൈവത്തെ നമ്മൾ ഒരുപോലെ വാഴ്ത്തണം. അതാണ് ഇവിടെ തരുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്. ഞാനോ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഇന്ന് ഒരു നല്ല കാലത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കും. ഇന്ന് നമുക്ക് ഒരു വലിയ സമൃദ്ധിയും എല്ലാം നമുക്ക് ഉണ്ടാകാം. പക്ഷെ നാളെ ഒരു സമയത്ത് നമുക്കൊരു പ്രതികൂലത്തിന്റെ അനുഭവം വന്നു ചേർന്നാൽ ആ അനുഭവത്തിലും നമ്മൾ ദൈവത്തെ നേരത്തെ എങ്ങനെ വാഴ്ത്തിയോ അതുപോലെ തന്നെ വാഴ്ത്തണം. സാമ്പത്തിക മേഖലകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ഏറ്റവും നല്ല സമൃദ്ധിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ദൈവത്തെ വാഴ്ത്താം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ അവന് സാമ്പത്തികത്തിൽ എന്തെങ്കിലും കടമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികൂലമോ വന്നു ചേർന്നാൽ അവനൊരു പ്രതികൂലം അവിടെ രൂപപ്പെടുകയാണ്. അപ്പോൾ അവനൊരു ദുഃഖത്തിന്റെ ഒരു കാലഘട്ടം കുറച്ചു കാലത്തെ ഉണ്ടായെന്ന് വരാം. പക്ഷേങ്കിൽ എങ്ങനെ നാം സമ്പത്ത് ഉള്ളവരായിരുന്നപ്പോൾ ദൈവത്തെ വാഴ്ത്തിയോ അതുപോലെ തന്നെ നമ്മൾ പ്രതികൂലത്തിന്റെ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ദൈവത്തെ വാഴ്ത്തണമെന്നാണ് ഇതിനകത്തുള്ള ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവിതത്തിനകത്ത് എപ്പോഴും ഏത് മേഖലകളിലും രണ്ട് കാലഘട്ടം ഉണ്ടായേക്കാം. നമുക്കറിയാം, അതുപോലെ തന്നെ പല ലോകത്തിലെ അവസ്ഥ ഉണ്ടാകാം. നമ്മൾ ഇന്ന് കാണുന്ന ദൃശ്യമാധ്യമങ്ങളിൽ അഭിനയിക്കുന്ന പലരും അവരൊക്കെ വലിയ മഹാനടന്മാരാകുന്നതിന് മുമ്പ് അവരാദ്യം വന്നു ചേർന്നപ്പോൾ ചെറിയ ചെറിയ രംഗങ്ങളിൽ അഭിനയിച്ച് വളരെ പ്രതികൂലത്തിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടത്തിലായിരിക്കാം ആദ്യ കാലഘട്ടത്തിൽ. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പിന്നീട് അവര് മഹാനടന്മാരായി മാറും. അപ്പോൾ ഇന്നത്തെ ദൃശ്യമാധ്യമ മേഖലകളിൽ പോലും ഒരു അഭിനയിക്കുന്നവരുടെ ജീവിതം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പോലും അവർ ഒരു കാലത്ത് ഒരുപക്ഷെ പ്രതികൂലത്തിലൂടെ കടന്നുപോയെന്നാണ്. എന്നാൽ പിന്നീട് ഒരു കാലത്ത് അവർ വലിയ പ്രശസ്തിയിലേക്ക് എത്തിച്ചേരാം.
അപ്പോൾ ഇവിടെ ഈ മേഖലയിൽ പോലും രണ്ട് കാലഘട്ടം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നാലും ഈ രണ്ട് കാലഘട്ടത്തിന് നമ്മൾ ഒരുപോലെ ദൈവത്തെ വാഴ്ത്തണമെന്നാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അനുഗ്രഹിക്കുന്ന ദൈവമാണ്, സമൃദ്ധിയിലാക്കുന്നവനും അതുപോലെ ചിലപ്പോൾ പരീക്ഷണത്തിൽ കയറ്റിവിടുന്നവനുമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നമ്മൾ വചനം പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പത്രോസിന്റെ ജീവിതമാണ്. പത്രോസ് എന്ന് പറയുന്ന വ്യക്തി രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാത്ത ഒരു ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിലേക്കാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. താൻ വളരെ അധ്വാനിച്ചു, പക്ഷെങ്കിൽ തനിക്ക് പ്രതികൂലമാണ്. എത്ര അധ്വാനിച്ചിട്ടും ഒരു കാര്യമില്ല. അത് കാണിക്കുന്നത് സമൃദ്ധിയില്ലാത്തൊരവസ്ഥയാണ്. ആ മീൻപിടുത്തത്തിൽ ഒരു ദാരിദ്ര്യത്തിന്റെ അനുഭവം അല്ലെങ്കിൽ ഒരു ഞെരുക്കത്തിന്റെ അനുഭവമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ യേശു അവന്റെ ജീവിതത്തിനകത്തേക്ക് അല്ല അവന്റെ പടകിലേക്ക് വരുമ്പോൾ പിന്നീട് യേശുവിന്റെ കൽപ്പന പ്രകാരം പടകിന്റെ വലതുഭാഗത്ത് പത്രോസ് വല വീശുമ്പോൾ പെരുത്ത മീൻകൂട്ടം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ യേശു വന്നപ്പോൾ സമൃദ്ധിയുടെ അനുഭവമാണ് പത്രോസിന്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് മറ്റൊന്നുമല്ല, പത്രോസിന്റെ ജീവിതത്തിന്റെ ഈ ദിവസം എന്ന് പറയുന്നത് രണ്ട് സമയത്തെ കാണിക്കുന്നതാണ്. ഒന്നെന്ന് പറയുന്നത് യേശു പടകിലില്ലാത്ത അവസ്ഥയിൽ അവന് ദാരിദ്ര്യത്തിന്റെയും ഞെരുക്കത്തിന്റെയും സമയമാണ് കാണിക്കുന്നത്. എന്നാൽ യേശു പടകിലകത്ത് വന്നപ്പോൾ സമൃദ്ധിയുടെ കാലമാണ് കാണിക്കുന്നത്. രണ്ട് കാലഘട്ടത്തെയാണ് ഇവിടെ കാണുന്നത്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് എല്ലക്കാലം എന്ന് പറയുമ്പോൾ, എല്ലക്കാലം ദൈവത്തെ വാഴ്ത്തണം എന്ന് പറയുമ്പോൾ രണ്ട് കാലം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പത്രോസിന്റെ ജീവിതം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിന്റെ അവസ്ഥ ആദ്യം കാണുന്നു എങ്കിൽ പിന്നീട് സമൃദ്ധിയുടെ അവസ്ഥയാണ്. രണ്ട് സമയമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് വരുന്ന ഒരു ദൈവിക സന്ദേശം എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, അത് യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സന്താപത്തിന്റെ കാലഘട്ടമാണെങ്കിൽ അതിനെ മാറ്റി സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുമെന്നതാണ് ഈ വലിയൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നത്. പത്രോസിന്റെ ജീവിതത്തിൽ യേശു വന്നപ്പോൾ അവന് പടകിനകത്ത് വലിയ സമൃദ്ധി ഉണ്ടായെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് തരുന്ന വലിയ സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് ദുഃഖത്തിന്റെയും സാമ്പത്തിക ഞെരുക്കത്തിന്റെയും കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നമ്മൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആ ക്രിസ്തുവിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. അങ്ങനെ നമ്മളെ ദാരിദ്ര്യത്തിന്റെ അല്ലെങ്കിൽ ഞെരുക്കത്തിന്റെ അവസ്ഥ മാറ്റി നമ്മുടെ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. യേശു നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കഷ്ടത്തിന്റെ അനുഭവം മാറി അനുഗ്രഹത്തിന്റെ അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് യേശു പടകിൽ വന്നപ്പോൾ സമൃദ്ധി വന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് ദാരിദ്ര്യത്തിലും അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടത്തിലൂടെ പോവുകയാണെങ്കിൽ നമ്മളെ ദൈവം അനുഗ്രഹിച്ച് ഏറ്റവും വലിയ സമൃദ്ധിയുടെ അനുഭവത്തിൽ എത്തുകയും. അതുകൊണ്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. മനുഷ്യന്റെ അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. മനുഷ്യൻ അധ്വാനിക്കണം, എങ്കിലും യഹോവയുടെ അനുഗ്രഹം വേണം. ആ അനുഗ്രഹത്തിലാണ് സമ്പത്ത് ഉണ്ടാകുന്നത്, സമൃദ്ധി ഉണ്ടാകുന്നത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു എന്ന് പറയുമ്പോൾ 23-ാം സങ്കീർത്തനത്തിൽ നമുക്കിത് കാണുവാൻ സാധിക്കും. പച്ചയായ പുൽപ്പുറം എന്ന് പറയുന്നത് ഒരു വലിയ സമൃദ്ധിയെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് യഹോവ എന്ന് പറയുന്ന നല്ല ഇടയൻ നമ്മുടെ ജീവിതത്തിൽ വന്നു വരുമ്പോൾ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വരുമ്പോൾ അവൻ നമ്മളെ പച്ചയായ പുൽപ്പുറത്തിൽ അവസ്ഥയിൽ കിടത്തും. അതുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് മാറ്റുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഞാനോ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എല്ലാ ഇപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് രണ്ട് കാലഘട്ടം ഉണ്ടാകും. ഒരു താഴ്ചയുടെയും ഉയർച്ചയുടെയും കാലഘട്ടം. ഈ രണ്ട് കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തെ ഒരുപോലെ വാഴ്ത്തണമെന്നുള്ള ഒരു വലിയ മെസ്സേജാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ യേശു നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വരുമ്പോൾ നമ്മളെ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് എത്തിക്കും എന്നൊരു വലിയ സന്ദേശവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.